ഇന്നത്തെ പെസഹ പെരുന്നാൾ. പെസഹ എന്ന വാക്കിന് കടന്നുപോക്ക് എന്നാണ് അർത്ഥം. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് പ്രതീക്ഷയുടെ കനാൻ ദേശത്തിലേക്ക് യാത്ര തിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ പെസഹ പെരുന്നാൾ അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിലേക്കുള്ള യാത്രയാണ്. പുതിയ നിയമത്തിലാകട്ടെ പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പുത്രൻ തമ്പുരാന്റെ കടന്നുപോക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സെഹ്യോൻ മാളികയിൽ വെച്ച് ശിഷ്യന്മാരോടൊപ്പം അത്താഴാനന്തരം തന്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്രകാരം ചെയ്യുവിനെന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചു. കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി, നിങ്ങൾക്കായിട്ടുള്ള എന്റെ ശരീരമെന്നും പാനപാത്രം എടുത്ത് വാഴ്ത്തി, പുതിയ നിയമത്തിന്റെ രക്തമെന്നും അരുളി ചെയ്തു. അവിടെ സാധാരണ വിരുന്നല്ല നടന്നത്. സ്വർഗം ഭൂമിയുമായി ഒന്നായി, പഴയ നിയമം പൂർത്തിയായി, പുതിയ നിയമം ആരംഭിക്കുകയാണ് ചെയ്തത്. നാം ഇന്ന് ആചരിക്കുന്ന ഓരോ കുർബാനയിലും ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണുള്ളത്. ഓരോ കുർബാനയിലും നാം കാൽവരിയിലേക്കാണ് ആത്മീയമായി ഉയർത്തപ്പെടുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 പെരുന്നാളാണ് പ്രധാനമായിട്ടുള്ളത്: പെന്തക്കോസ്തി പെരുന്നാൾ, പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ. പെസഹ പെരുന്നാൾ സംഹാരദൂതന്റെ കടന്നുവരവിനെ സൂചിപ്പിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പ്രവൃത്തിയാണ് കാണിക്കുന്നത്, സ്നേഹം മാത്രമല്ല. നമുക്ക് ഈ പെസഹ വ്യാഴാഴ്ച 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, വിശ്വാസത്തോടെയും ശുദ്ധഹൃദയത്തോടെയും ഓരോ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാം. അഹങ്കാരം വെടിഞ്ഞ് വിനയമുള്ള ജീവിതം നയിക്കാം. മൂന്നാമതായി, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന വചനം അടിസ്ഥാനമാക്കി പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ പെസഹ ദിവസത്തിൽ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാവുമ്പോൾ വിശ്വാസത്തോടെയും ശുദ്ധഹൃദയത്തോടെയും വിനയത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.